ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. അന്നത്തെയും പോലെ തന്നെ രാവിലെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ രാവിലെ ഇങ്ങനെ കാണുമ്പോൾ ഒരു സമാധാനമാണ്. രാത്രിയെല്ലാം ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് വെച്ചെങ്കിൽ രാവിലെ ആകുമ്പം നല്ല നീറ്റായിട്ട് കയറുമ്പം ഒരു സമാധാനമാണ്. വേറൊന്നും കഴുകാനും പിടിക്കാനും ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കിച്ചണിലെത്തിയ പാട് ഞാൻ ഫസ്റ്റ് തുറന്നു നോക്കൽ രാത്രിയത്തെ ഫുഡ് എന്തെങ്കിലും രാവിലത്തേക്ക് ബാക്കിയുണ്ടോയെന്നാണ്. അപ്പം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഞാൻ അതന്നെ ചൂടാക്കിയിട്ട് പിന്നെ കഴിക്കും, വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കും. പക്ഷേ ഹസ്ബൻഡിനും പിന്നെ മക്കൾക്കും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. രാത്രിയത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കും, അങ്ങനെയാണ്. ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ച നെയ്യാണ് കേട്ടോ. അപ്പോൾ ദിവസം ഇത് തുറന്നു നോക്കലാന്ന്. ദിവസം ഒരു 5-6 വട്ടമെങ്കിൽ ഇത് തുറന്നു നോക്കിയിട്ടെങ്കിൽ നമുക്ക് ഒരു സമാധാനവും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ആക്കി വെച്ചെങ്കിൽ അത് ഒരേ തുറന്നു നോക്കലാന്ന് എൻ്റെ പണി. പിന്നെ ഇതാ ഞാൻ രാവിലെ തന്നെ എല്ലാം ഒന്ന് കാറ്റും വെളിച്ചെല്ലാം കയറട്ടെ എന്ന് വിചാരിച്ചിട്ട് ജനലും വാതിലെല്ലാം ഒന്ന് തുറന്നിടുന്നുണ്ട്. ഞാൻ എണീച്ചോ നോക്കിയിട്ടാണ് മക്കൾ രണ്ടാളും ഇരിക്കൽ. ഞാൻ എണീച്ച പാട് രണ്ടാളും എൻ്റെ ബാക്കിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അവരിങ്ങനെ കാറോടെല്ലാം കളിക്കുന്നുണ്ട്. അപ്പം ഞാനിതാ രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും ഇല്ല ഫുഡെല്ലാം വേഗം ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ മീനെല്ലാം എടുത്തിട്ട് പുറത്തിടലാണ്. അപ്പം ഞാൻ എപ്പോഴും ഫ്രിഡ്ജ് തുറന്നാലും എൻ്റെ മോനാണ് ഫസ്റ്റ് വന്നിട്ട് നിൽക്കൽ. അവന് ഈ ഫ്രിഡ്ജിൽ നിന്ന് വരുന്ന തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അത് നോക്കിയിട്ട് കുറേ സമയം നിൽക്കും. അപ്പോൾ നമ്മുടെ മീൻ അമൂറയാണ് കേട്ടോ. അത് ഇന്നലെ വാങ്ങിച്ചതാണ്. അതെല്ലാം എടുത്തൊന്ന് തണുപ്പ് പോകാൻ പുറത്ത് വെക്കുന്നുണ്ട്. അമൂറ മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല കറി വെച്ചാലെല്ലാം നല്ലൊരു മണവും നല്ല ടേസ്റ്റും ഉണ്ടായില്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് വാങ്ങലുണ്ട്. പിന്നെ ഇതാ ഞാൻ തലേന്ന് രാത്രി കഴുകി വെച്ച പാത്രമെല്ലാം ഇതിലാണ് ഞാൻ കഴുകിയിട്ട് വെക്കൽ. അപ്പം ഇതിൽ നല്ല പാങ്ങിൽ ഉണങ്ങിയിട്ടും എല്ലാം കിട്ടും. പാത്രം രാത്രി വെച്ചെങ്കിൽ രാവിലത്തേക്ക് എല്ലാം അതിൻ്റെ വെള്ളമെല്ലാം പോയി നല്ല പാങ്ങിൽ ഉണങ്ങിയിട്ടുണ്ടാവും. പണ്ടെല്ലാം ഞാൻ ഇതില്ലാതെയാണ് വെക്കൽ. പിന്നെ കൗണ്ടർ ടോപ്പിലും നിലത്തും ആകെ വെള്ളമായി, പിന്നെ ഫുള്ള് വീടെല്ലാം ചളികുളിയാവും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചുകൊണ്ട് നല്ല യൂസ്ഫുള്ളാണ്. ഇതാ രാവിലത്തെ ചായ വെക്കല. ചായക്ക് ഞാൻ ഇഞ്ചിയോ പിന്നെ അല്ലെങ്കിൽ ഏലക്കായി അങ്ങനെ ദിവസം ഓരോന്ന് ഇങ്ങനെ ഇട്ടിട്ടാണ് കുടിക്കൽ. അപ്പോൾ ഒന്നും ഇടാത്ത ചായ ഒരു ഉപ്പില്ലാത്ത കഞ്ഞി കുടിക്കുന്ന പോലെയാണ് ഉണ്ടാവില്ല. എനിക്ക് എന്തെങ്കിലും ഒരു ഫ്ലേവർ വേണം ചായക്ക്, എന്നാലേ ഒരു കുടിച്ച ഫീൽ ഉണ്ടാവും. ഈ മുകളിൽ നിന്ന് എടുക്കുന്ന ഈ ഗ്ലാസിൻ്റെ നമ്മുടെ ജാറെല്ലാം ഇല്ലേ, അത് എടുക്കുമ്പോൾ എപ്പോഴും എനിക്ക് പേടിയാണെന്നുണ്ടായാൽ താഴെ പോവോ എന്ന് വിചാരിച്ചിട്ട് കൈമന്ന് സ്ലിപ്പാവുകയെല്ലാം ചെയ്യും. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നാൽ പിന്നെ പ്ലാസ്റ്റിക് വാങ്ങിച്ചുകൂടെ എന്നല്ലേ. അപ്പം നമ്മളെ ഈ ഗ്ലാസ് ജാറെല്ലാം കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയല്ലേ. ഞാനെല്ലാം ഗ്ലാസ് തന്നെയാണ് വാങ്ങിച്ചത്. എനിക്ക് ഈ പുതിയ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാം ഗ്ലാസിൻ്റെ ഒന്ന് വാങ്ങിക്കണം എന്നൊരു ഇതുണ്ടായിനി. അതുകൊണ്ടാണ് ഞാൻ ഫുള്ളും ഗ്ലാസിൻ്റെ ആക്കിയത്. പിന്നെ ഈ ഗ്ലാസിൻ്റെ ജാറാണെങ്കിൽ എപ്പോഴും കഴുകിയിട്ട് വൃത്തിയാക്കിയെങ്കിൽ നല്ല പുതിയതുപോലെ. പക്ഷെ നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലില്ലേ ഫുള്ളും അതിൻ്റെ കളറെല്ലാം പോയി ഒരു പഴയതുപോലെ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഫുള്ളും ഗ്ലാസിൻ്റെതാക്കിയത്. തലേന്ന് ഈ മീനെല്ലാം വാങ്ങി വെച്ചെങ്കിൽ രാവിലെ ഒരു ടെൻഷനും ഉണ്ടാവില്ല. രാവിലെ എന്തായാലും മീനുണ്ടല്ലോ കറിയാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ രാവിലെ ഞാൻ മീൻ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ രാവിലെ കറിയെല്ലാം ആക്കി വെക്കും. എനിക്കില്ലേ ഈ മിക്സിൻ്റെ ജാർ ഓണാക്കിയെങ്കിൽ ഭയങ്കര ആലോചനയാണ്. എന്തെല്ലോ ആലോചന വരും. നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം എന്തെല്ലോ ചിന്തിക്കും. പിന്നെ എന്തെല്ലോ ഓർമ്മയും വരും ഈ സമയത്ത്. നിങ്ങൾക്ക് അങ്ങനെയെല്ലാം ഉണ്ടായാലുണ്ടോ എന്നൊന്ന് കമൻറ്റിൽ പറയട്ടാ. അപ്പം ഞാനിന്ന് മീൻ അരച്ചിട്ടാണ് കറി വെക്കുന്നത്. മൂറെല്ലാം എനിക്ക് തേങ്ങ അരച്ചിട്ട് കറി വെക്കുന്നതാണ് ഇഷ്ടം. പിന്നെ മുളകിൽ വെക്കുന്നത് അത്ര ഇഷ്ടം ഉണ്ടാവലില്ല. പൊതുവേ എനിക്ക് മുളകിൽ വെച്ച കറിയൊന്നും അത്ര ഇഷ്ടം ഉണ്ടാവലില്ല. പിന്നെ എപ്പോഴെങ്കിലും ഇപ്പോൾ ഒരു ഇത് വന്നെങ്കിൽ കഴിക്കുന്നതെന്നല്ലാതെ എനിക്ക് തേങ്ങ അരച്ച കറി തന്നെയാണ് കൂടുതലിഷ്ടം. തേങ്ങ ഒഴിച്ച് അരച്ചതും പിന്നെ നമ്മളെ തേങ്ങാപ്പാലെടുക്കുന്നതെല്ലാം കറിയാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ അരച്ചിട്ട് വെക്കുന്നുണ്ട്, കുറച്ച് ഞാൻ പൊരിക്കാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെച്ചിട്ട് ഞാൻ പാത്രം കഴുകാൻ പോലെ നമ്മുടെ അപ്പമില്ല പാത്രമെല്ലാം വേഗം കഴുകി വെച്ചെങ്കിൽ പിന്നെ അത്ര പണി ഉണ്ടാവലില്ലല്ലോ. അപ്പുറം ഞാൻ ചോറിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ നമ്മുടെ കറിയെല്ലാം നല്ലോണം തിളച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മീൻ കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഈ അമൂറ മീനിന് അത്ര വേവൊന്നും ഉണ്ടാവലില്ല കേട്ടോ. ഞാൻ ഒരു ദിവസം എനിക്ക് അറിയുന്നുണ്ടായിട്ടാ ഈ അമൂറ മീനിന് ഇത്ര വേവില്ലാന്ന്. ഒരു ദിവസം ഞാൻ കുറേ സമയം വെച്ച് വേവിച്ച് അപ്പോൾ ആകെ കലങ്ങിയിട്ട് ഫുള്ള് കൊളായിട്ടുണ്ടായിരുന്നു കറിയെല്ലാം. അതിനുശേഷം ഞാൻ ഇതന്നെ ഒന്ന് ശ്രദ്ധിക്കൽ, വേഗം ഒന്ന് നോക്കും വെന്തോന്ന്. അപ്പോൾ അതിനുശേഷം വേഗം ഓഫാക്കിയിട്ടെല്ലാം വെക്കും. അപ്പോൾ എൻ്റെ വോയിസിൽ കുറച്ച് നല്ല കേൾക്കാം. അത് പിന്നെ കുറച്ച് നാൾ അങ്ങനെ വോയിസ് എല്ലാം കൊടുക്കാതെന്നെങ്കിൽ അതിൻ്റെ പ്രശ്നം ഉണ്ടാവലുണ്ട്. കുറച്ച് തപ്പിയും തടഞ്ഞെല്ലാം ഉണ്ടാവും. ബാക്കി പാത്രമെല്ലാം ഞാൻ കഴുകിയിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. നമ്മളെ കറിയെല്ലാം ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പം അതങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ വറുക്കാനുള്ള മീൻ ഒന്ന് വറുത്തെടുക്കലാണ്. മീനില്ല ദിവസമാണെങ്കിലില്ലേ എൻ്റെ പണിയെല്ലാം വേഗം തീരും. കാരണം എന്താ വെച്ചെങ്കിൽ വേറൊന്നും ആവശ്യമില്ലല്ലോ ആക്കണ്ട. ഈ മീൻ തന്നെ ഒന്നെങ്കിൽ പൊരിക്കാനോ അല്ലെങ്കിൽ തേങ്ങ അരച്ച് വെക്കാനോ അല്ലെങ്കിൽ മുളകിൽ വെക്കാൻ, ഇത് മൂന്നല്ലേ നമ്മൾ ആകെ ചെയ്യാറുള്ളൂ. ഞാനിങ്ങനെ മീൻ കറിയെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ വേറെ തോരൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവലില്ല. ഉണ്ടെങ്കിൽ വെക്കും, ഇല്ലെങ്കിൽ ഒന്നും ആക്കലില്ല. പിന്നെ ഇതന്നെ വെച്ച് അഡ്ജസ്റ്റ് ആക്കലാണ്. വേഗം പണിയെല്ലാം തീർക്കുന്നത് എവിടെയെങ്കിലും പോയിട്ട് ഇരിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. എനിക്ക് ഒഴിവ് സമയം എന്തെങ്കിലും കിട്ടിയെങ്കിൽ ഞാൻ ടി വിയിൽ എന്തെങ്കിലും ഫിലിം മാറ്റം വെച്ചിട്ടിരിക്കും. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കിടന്നിട്ട് ഫോൺ നോക്കലാണ് എൻ്റെ മെയിൻ ഹോബി. വേറെ എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അലക്കാനെല്ലാം ഉണ്ടെങ്കിൽ രാവിലെ അത് തീർക്കും, ഇല്ലെങ്കിൽ വൈകുന്നേരമാണ്. പിന്നെ ക്ലീൻ ആക്കുന്നെങ്കിലും അതുപോലെ തന്നെ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ആണ്. അതിൻ്റെ ഇടയിലുള്ള സമയത്തൊന്നും ഞാൻ അങ്ങനെ പുറത്തിറങ്ങിയിട്ട് ക്ലീൻ ആക്കാനൊന്നും നിൽക്കലില്ല. ഉള്ളിലെല്ലാം ക്ലീൻ ആക്കുന്നതല്ലാതെ പുറത്തൊന്നും ചെയ്യലില്ല. അങ്ങനെ സമയം ഇതാ 1 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചില്ലറ ജോലിയെല്ലാം ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഉള്ളിൽ അടിക്കലും തുടക്കലെല്ലാം ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെ തീർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചോറെല്ലാം എടുത്ത് കഴിച്ചിട്ടുണ്ടായിന്. അത് കഴിഞ്ഞിട്ട് ഒരു പപ്പായ ഉണ്ടായിന്, അത് മുറിച്ചിട്ട് വേഗം നോക്കി. അപ്പോൾക്ക് നല്ലോണം പഴുത്തിട്ടുണ്ടായിന്. ഞാൻ പുറം ഭാഗം കാണുമ്പോൾ വിചാരിച്ച് പഴുത്തിട്ടില്ല എന്നാണ്, പക്ഷേ നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, നല്ല മധുരമെല്ലാം ഉണ്ടായിന്. ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആകെ ക്ഷീണമാണെന്നുണ്ടായത്. ചോറ് കഴിച്ച് കഴിഞ്ഞെങ്കിൽ ഒരു മത്ത പിടിച്ച പോലെയാണ് ഉണ്ടായാൽ. അത് കഴിഞ്ഞിട്ട് ഞാനിതാ കുറച്ച് സമയം ഒന്ന് റെസ്റ്റെല്ലാം എടുത്തിട്ട് പിന്നെ ആദ്യം കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് രാത്രിയത്തേക്ക് ഞാൻ വെള്ളയപ്പാക്കാമെന്ന് വിചാരിച്ച്. ഇപ്പം ഞാൻ നമ്മുടെ പാക്കറ്റിനോടാണ് കേട്ടോ ആക്കുന്നത്. ഇത് ഈസി പാലപ്പം മിക്സാണ്, നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ. ഞാൻ ഒരു സമയമില്ലാത്ത സമയത്തെല്ലാം പിന്നെ മടി പിടിച്ച സമയത്തെല്ലാം ഞാൻ ഇതിനോടാണ് ആക്കൽ. ഇല്ലെങ്കിൽ നമ്മുടെ പച്ചരിയെല്ലാം കുതിർത്ത് വെച്ചിട്ട് അരക്കലാണ്. ഇതാ ചായയെല്ലാം ഉണ്ടാക്കി. എൻ്റെ ഇപ്പോഴത്തെ മെയിൻ സ്നാക്ക് ഇതാണ് കേട്ടോ. ഇങ്ങനെ ബ്രെഡിൻ്റെ മുകളിൽ ചീസെല്ലാം സ്പ്രെഡാക്കിയിട്ട് തിന്നൽ. ഇപ്പം എന്തോ ഇങ്ങനത്തെ ഐറ്റംസിനോടെല്ലാം ഇഷ്ടമാണ്. പണ്ടൊന്നും ഞാൻ ചീസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും തിന്നുന്നുണ്ടായിട്ടാണ്. ഇപ്പം ഞാൻ മാഗീൻ്റെ മുകളിലെല്ലാം ചീസ്, പിന്നെ ഈ ബ്രെഡിൻ്റെ മുകളിൽ ചീസ്. മാഷാ അല്ലാ, മോനിപ്പം കുറച്ച് വലുതായതുകൊണ്ട് ഇങ്ങനെ ആകപ്പാടെ എല്ലായിടത്തും കയറലും ഇറങ്ങലും എല്ലാം പണി. അപ്പം കുറേ ശ്രദ്ധിക്കണം ഇപ്പം മോനെ. പിന്നെ ഇതാ രാത്രിയാകുമ്പം ഞങ്ങൾ ഒന്ന് പുറത്തേക്കെല്ലാം പോയിട്ടുണ്ടായി. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ടായിന്, അടുത്തേക്കാണ് പോയിട്ടുണ്ടായത്. അവിടെ തന്നെ ഇതാ കുറേ ഇങ്ങനത്തെ കാഴ്ചകളെല്ലാം ഉണ്ടായത്. വലിയ മീനും പിന്നെ കുറേ ചെടികളും അങ്ങനത്തെ എല്ലാം കുറേ കാര്യങ്ങളുണ്ടായിന്. അപ്പം മക്കൾക്കെല്ലാം ഇതെല്ലാം കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ കുറേ കണ്ടതല്ലേ, അതുകൊണ്ട് നമുക്ക് വലിയ പുതുമയൊന്നും ഉണ്ടായിട്ടാ. ഞാനിതാ അത് വേണം ഇത് വേണം എന്നെല്ലാം പറയും. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ചോദിക്കുമ്പോൾ പറയും ഇത് വേണ്ടാന്ന്. അങ്ങനെ കുറേ നോക്കി ലാസ്റ്റ് അവന് ഇഷ്ടമായത് ഈ ബബിൾസാണ് കേട്ടോ. നമ്മുടെ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ആക്കുന്നില്ലേ, ആ സാധനമാണ് ഇഷ്ടമായത്. പക്ഷെ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത സാധനമാണ് കേട്ടോ. അതെല്ലാം വെള്ളം വീണ് ചളിയാകുന്നത് കൊണ്ടാണ്. പക്ഷെ അവസാനം ഞാനത് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, അവൻ്റെ ഇഷ്ടമല്ലേ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫുഡ് ഐറ്റംസ് എല്ലാം കഴിച്ചിട്ടുണ്ടായി. പിന്നെ എന്തെല്ലോ റൈഡെല്ലാം ഉണ്ടായിന് അവിടെ. പക്ഷെ ഞാനൊന്നിലും കയറിയിട്ടുണ്ടായിട്ടാ. പണ്ടെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ കയറാൻ. ഇപ്പം എന്തോ ഒരു പേടിയാണ് ഈ ആകാശത്തൊട്ടിലെല്ലാം കയറാൻ വേണ്ടിയിട്ട്. പിന്നെ 2 ചെടിയെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ കാഞ്ഞങ്ങാടേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ ചർമുറ് കഴിക്കാനാണ് കേട്ടോ. എനിക്ക് ചർമുറ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കെല്ലാം വന്നിട്ട് ഇവിടുന്ന് കഴിക്കലുണ്ട്. അപ്പോൾ ആർക്കെല്ലാം കമൻറ്റിൽ പറയട്ടാ ഇഷ്ടമാണെന്ന്. പിന്നെ ഇതാ നമ്മൾ 2 അവൽ മിൽക്കും അതെല്ലാം കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പം ആർക്കെല്ലാം വീഡിയോ ഇഷ്ടമാവുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്നെല്ലാം കമൻറ്റിലൊന്ന് പറയട്ടാ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.